എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാമിലേക്ക് വേണ്ടി ഹിസ്റ്ററി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 പാർട്ടുകളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പാർട്ട് വീഡിയോ, അതായത് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്, അതായത് സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് വന്നിട്ട് കമൻറ്റ്, ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ പാസ്സാവും? എന്തൊരു ക്വസ്റ്റ്യനാണത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. NIOSൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് 2024 ബാച്ചിൻ്റെ നിങ്ങളാണ് ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ, 50% വൺ വേഡ് ആയതിനു ശേഷം. അപ്പോൾ നമ്മൾ ഏത് ചോദിക്കുമെന്ന്, ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ മതിയോ, ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ രീതി എന്നുള്ളതും ഒക്കെ. അപ്പോൾ അങ്ങനെ വന്ന് ചോദിക്കാതിരിക്കുക. കഴിയുന്നിടത്തോളം എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഴ്സസ് കിട്ടുന്നു അതെല്ലാം നിങ്ങൾ പഠിക്കുക. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഡിസാമമെൻറ്റ്? ഡിസാമമെൻറ്റ് മീൻസ് എന്താണ്? അതായത് നിരായുധീകരണം അല്ലേ. നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ, ഡിസാമമെൻറ്റ് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് ഡേഞ്ചറസ് വെപ്പൺസ്, അതായത് ലൈക്ക് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നിയന്ത്രിക്കൽ എന്തിൻ്റെയാണ്? ഡേഞ്ചറസ് വെപ്പൺസ് നിയന്ത്രിക്കലാണോ? രണ്ടാമത്തേത് ഡിസാമമെൻറ്റ് ഈസ് ദ റിഡക്ഷൻ, ഡേഞ്ചറസ് വെപ്പൺസ് കുറയ്ക്കലാണോ? അതുപോലെ തന്നെ ഡിസാമമെൻറ്റ് ഈസ് പോസിബിൾ എലിമിനേഷൻ, അത് തീർത്തും എന്ത് ചെയ്യുക, ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസ് നിരോധിക്കലാണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓൾ ഓഫ് ദി എബോവ് എന്നാണ്. അതിൽ കറക്റ്റ് ആൻസർ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞതെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഈ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വെപ്പൺസ് അത് ലിമിറ്റ് ചെയ്യുന്നതായാലും റെഡ്യൂസ് ചെയ്യുന്നതായാലും എലിമിനേറ്റ് ചെയ്യുന്നതായാലും മൂന്നും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ്, ഡി ആണ് അവിടുത്തെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ പ്രസ്താവന ഏതാണ് അബൌട്ട് ഇന്ത്യാസ് ഡിസാമമെൻറ്റ് പോളിസി? ഇന്ത്യയുടെ നിരായുധീകരണ നയവുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആൻസർ ഏതാണെന്നാണ്. എ, ഇൻ 1948 ഇന്ത്യ ഹാഡ് പ്രൊപ്പോസ്ഡ് ലിമിറ്റിംഗ് ദ യൂസ് ഓഫ് അറ്റോമിക് എനർജി ടു പീസ്ഫുൾ പർപ്പസസ്. പീസ്ഫുൾ പർപ്പസസ് എന്ന് പറയുമ്പോൾ സമാധാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 1948 ഇന്ത്യ ഹാഡ് പ്രൊപ്പോസ്ഡ് ലിമിറ്റിംഗ് ദി യൂസ് ഓഫ് അറ്റോമിക് എനർജി യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ബി, ഇൻ 1950 ഇന്ത്യ 1950 എന്ത് സജസ്റ്റ് ചെയ്തു? ദി ഫോർമേഷൻ ഓഫ് എ UN പീസ് ഫണ്ട്, UNൻ്റെ പീസ് ഫണ്ടിന് വേണ്ടി സജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സി എന്ന് പറയുന്നത്, ഇന്ത്യ വാസ് ദി സെക്കൻഡ് ടു ബിക്കം എ പാർട്ടി ടു ദി പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഇൻ 1963. 1963 നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, അതായത് PTBT, പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ളത്. അതിൽ ഇന്ത്യ ആയിരുന്നു സെക്കൻഡ് ടു ബിക്കം എ പാർട്ടി എന്നുള്ളതാണോ? ഡി, in 1954 ഇന്ത്യ അഡ്വക്കേറ്റഡ് ദി കോസ് ഫോർ എ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ളതാണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ്. ആൻസർ ഈസ് സി ആണ്. സി എന്താണ്? ഇന്ത്യ വാസ് ദി സെക്കൻഡ് ടു ബിക്കം എ പാർട്ടി ടു ദി പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി PTBT ഇൻ 1963 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷണൽ മൊഡ്യൂൾ 7ാമത്തേതിൽ നിന്ന് എ ആണ്. 13, ദി നമ്പർ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കൺട്രീസ് വിത്ത് ദി യുണൈറ്റഡ് നാഷൻസ് ഈസ്. യുണൈറ്റഡ് നാഷൻസിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ എത്ര എണ്ണമാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള രാജ്യങ്ങളെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. എ 203,
ബി 186, സി 192, ഡി 51. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ്. ഓപ്ഷൻ സി, ഒന്നാമത്തിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 192. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തേത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി ദ യുണൈറ്റഡ് നാഷൻസ് ചാർട്ടർ വാസ് സൈൻഡ് ഇൻ 1945? 1945 യുണൈറ്റഡ് നാഷൻസിൻ്റെ ചാർട്ടർ സൈൻ ചെയ്തത് ഏത് സിറ്റിയിൽ വെച്ചാണ്? ഓപ്ഷൻ എ USA, ബി ജനീവ, സി ന്യൂയോർക്ക്, ഡി സാൻ ഫ്രാൻസിസ്കോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ചാർട്ടർ സൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദി UN ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. എന്നാണ് UN ഡേ എന്നാണ്? 26th മെയ്, 24th ഒക്ടോബർ, 5th ജൂലൈ, 18th നവംബർ. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്നാണ്? ഒക്ടോബർ 24 UN ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ രണ്ടാമത്തേത്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ, മനുഷ്യാവകാശ ദിനം ഈസ് സെലിബ്രേറ്റഡ് എവരി ഇയർ ഓൺ. എല്ലാ വർഷവും ഏത് ദിവസം? ഡിസംബർ 12, നവംബർ 10, ഡിസംബർ 10, ഒക്ടോബർ 15. ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാണ് മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്? നമ്മൾ ആഘോഷിക്കുന്ന ഡിസംബർ 10. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തേത്. ജനറൽ അസംബ്ലി ഇൻ ദി UN ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് മെമ്പേഴ്സ് ഓഫ്. അതായത് ജനറൽ അസംബ്ലി അതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണെന്നാണ്? അതായത് ഓൾ യൂറോപ്യൻ കൺട്രീസ് ആണോ, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടോ, ഓൾ നാറ്റോ കൺട്രീസ് ആണോ, അതുപോലെ തന്നെ ഓൾ മെമ്പർ കൺട്രീസ് ലിസ്റ്റഡ് ഇൻ ദ UN ആണോ, UN മെമ്പറായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ആണോ, UN സെക്യൂരിറ്റി കൗൺസിലാണോ? 15ാമത്തെ ഇതിൽ ഏതാണെന്നാണ് നമ്മൾ എഴുതാനുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓൾ മെമ്പർ കൺട്രീസ് ലിസ്റ്റഡ് ഇൻ ദി UN എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്രിവിലേജ് ടു കാസ്റ്റ് എ നെഗറ്റീവ് വോട്ട് ഓൺ സബ്സ്റ്റൻറ്റീവ് മാറ്റേഴ്സ് ബൈ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി UN ഈസ് കോൾഡ് ഡാഷ്. അതായത് എന്തിനുള്ള പ്രിവിലേജ്, അധികാരം, അതായത് കാസ്റ്റ് നെഗറ്റീവ് വോട്ടിനുള്ള അധികാരം ഓൺ സബ്സ്റ്റൻറ്റീവ് മാറ്റേഴ്സ് ബൈ 5 പെർമനൻറ്റ് മെമ്പേഴ്സ്. 5 പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥിരാംഗങ്ങൾ, UN 5 സ്ഥിരാംഗങ്ങൾക്കുള്ള. അതിന് പറയുന്ന പേര്, അതിന് പറയുന്നത് എന്താണ്? ഒന്നാമത്തേത് ബഡ്ജറ്റ് കറക്ഷൻ, രണ്ടാമത്തേത് വീറ്റോ പവർ, 3 ബോത്ത് A ആൻഡ് B, 4ാമത്തെ ഡി എന്ന് പറയുന്നത് നൺ, ഇതൊന്നുമല്ല എന്നുള്ളതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വീറ്റോ പവറാണ് ഇവർക്ക് ഉള്ള ആ അധികാരം, അല്ലേ? കാസ്റ്റ് എ നെഗറ്റീവ് വോട്ട്, പ്രിവിലേജ് ടു കാസ്റ്റ് എ നെഗറ്റീവ് വോട്ട് എന്നുള്ളത് ഏതാണ്? വീറ്റോ പവറാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, അതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് ദി യുണൈറ്റഡ് നാഷൻസ് വാസ് ടു. അതായത് യുണൈറ്റഡ് നാഷൻസ് ഫോം ചെയ്യാൻ, രൂപീകരിക്കുന്നതിന്, അതിന് വേണ്ടിയിട്ട് എന്ത് ലക്ഷ്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് അത് രൂപീകരിച്ചതെന്നാണ്? എ മെയിൻറ്റെയിൻ വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, ലോകത്തെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുക. ടു എൻഡ് ദി കോൾഡ് വാർ ഒള്ളി, ശീതസമരം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോൾഡ് വാർ അവസാനിപ്പിക്കുക. സി ടു പ്രൊമോട്ട് കൾച്ചറൽ ഹാർമണി ഒള്ളി, കൾച്ചറൽ ഹാർമണി എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഡി ഓൾ. അപ്പോൾ ഇതിൽ ആൻസർ ഡി ആണ്. ഇതിൽ പറഞ്ഞവ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നതിനുള്ളതാണ്? എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് യുണൈറ്റഡ് നാഷൻസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ ദി അപ്പോൾ അതിനുള്ളൊരു ആൻസർ ആയില്ലേ നമുക്ക്? മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് ദ യുണൈറ്റഡ് നാഷൻസ്. അതിൽ അപ്പോൾ 3 പോയിൻ്റ് അവിടെ നമുക്ക് കിട്ടുകയാണ്. ഏതൊക്കെയാണ് ആ പോയിൻറ്റ്സ്? മെയിൻറ്റെയിൻ വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, ടു എൻഡ് ദി കോൾഡ് വാർ, പിന്നെ ടു പ്രൊമോട്ട് കൾച്ചറൽ ഹാർമണി. അപ്പോൾ ഇത് 3ഉം കറക്റ്റ് ആൻസർ ആകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദി മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ UN ഈസ് റീസ്റ്റോർഡ് ബൈ. അതായത് എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക? അന്താരാഷ്ട്ര പീസ്, സമാധാനവും സുരക്ഷിതത്വവും, അല്ലേ? UN സെക്യൂരിറ്റി ഇൻ UN ഈസ് റീസ്റ്റോർഡ് ബൈ. അത് ആരുടെ കൈകളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? ജനറൽ കൗൺസിലാണോ, സെക്യൂരിറ്റി കൗൺസിലാണോ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ? ആരുടെയാണ് UN ഈസ് റീസ്റ്റോർഡ് ബൈ?
അവിടുത്തെ ആൻസർ 18-ാമത്തേത് ഏതാണ്? സെക്യൂരിറ്റി കൗൺസിൽ. ഓപ്ഷൻ ബി ആണ്, സെക്യൂരിറ്റി കൗൺസിൽ. നെക്സ്റ്റ് 19-ാമത്തെ ക്വസ്റ്റ്യൻ അതും 1 മാർക്കിൻ്റെ ആണ്. എന്താണ്? ദി ജഡ്ജസ് ഇൻ ദി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ആരാണ്? അതായത് ജഡ്ജസ് ഇൻ ദി ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര കോടതികളിലെ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജസിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് ആരാണ്? എ ജനറൽ അസംബ്ലി, ബി സെക്യൂരിറ്റി കൗൺസിൽ, സി ബോത്ത്, ഡി സെക്രട്ടറി ജനറൽ. ഇതിൽ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 19-ാമത്തേത് അതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, അത് രണ്ടും കൂടി, അതാണ് ബോത്ത് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദി UN പീസ് കീപ്പിംഗ് അതായത് UN സമാധാന സംരക്ഷണ സേനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ഏതെന്നാണ് പ്രസ്താവന. ദേ ക്യാരി ലൈറ്റ് ആംസ്, അതായത് എന്താണ്? ദേ ക്യാരി ലൈറ്റ് ആംസ്. ബി ദേ ആർ അലൗഡ് ടു യൂസ് മിനിമം ഫോഴ്സ് ഓൺലി ഇഫ് ദേ ആർ അറ്റാക്ഡ്. ദേ യൂസ് ഹെവി ആംസ്. ഹെവി ആംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാരകായുധങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുക. ലൈറ്റ് ആംസ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ. ബി എന്ന് പറയുമ്പോൾ ദേ ആർ അലൗഡ് ടു യൂസ് മിനിമം ഫോഴ്സ്. ഒരു മിനിമം ഫോഴ്സിൽ എന്ത് ചെയ്യുക? അറ്റാക്ക് ഒൺലി ഇഫ് ദേ ആർ അറ്റാക്ക്ഡ്. അവരെ അറ്റാക്ക് ചെയ്യുന്നതിനനുസരിച്ച് മിനിമം ഫോഴ്സിൽ ഉപയോഗിക്കുക. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19-ാമത്തെ ക്വസ്റ്റ്യനിൽ ബി ആണ്. അതിൽ എന്താണ്? ബോത്ത് എ ആൻഡ് ബി, അതാണ് ആൻസർ. അതായത് ആൻസർ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ്? ദേ ആർ അലൗഡ് ടു യൂസ് മിനിമം ഫോഴ്സ്. ഒരു മിനിമം ഫോഴ്സ് ഉപയോഗിക്കാം എപ്പോഴാണ്? നമ്മളെ ആക്രമിക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. നെക്സ്റ്റ് 20-ാമത്തെ ക്വസ്റ്റ്യൻ. ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനം, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലേ? അത് അഡോപ്റ്റഡ് ബൈ ദ UN അത് അഡോപ്റ്റ് ചെയ്തത് കണ്ടെയ്ൻസ് റൈറ്റ്സ് റിലേറ്റഡ് ടു ഏതിൻ്റെയാണ്? സിവിലാണോ, പൊളിറ്റിക്കലാണോ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആണോ, അതുപോലെ ഓൾ, ഈ പറഞ്ഞ എല്ലാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20-ാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ. അതായത് എന്താണ്? ഓൾ എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈ ദ UN കണ്ടെയ്ൻസ് എവിടെയാണ്? സിവില്, പൊളിറ്റിക്കല്, എക്കണോമിക് ആൻഡ് കൾച്ചറൽ എന്നുള്ളതാണ് ആൻസർ. ഇത് മൂന്നും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എംഫസൈസസ് അണ്ടർ ദി കോവനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് കോവനൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഉടമ്പടി എന്നൊക്കെ പറയില്ലേ, സിവിൽ ഉടമ്പടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിനൊക്കെ കീഴിൽ വരുന്നത് എന്നുള്ളതാണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി ബിഫോർ ദി ലോ, നിയമത്തിന് മുന്നിൽ ഇക്വാളിറ്റി, സമത്വം. ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. ഓൾ ഓഫ് ദി എബോ, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതറിയാം അല്ലേ, ഏതാണ്? ഓൾ എന്നുള്ളതാണ് ആൻസർ. അതായത് നമ്മുടെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഇക്വാളിറ്റി ബിഫോർ ദി ലോ, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇതെല്ലാം അതിലുൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ 7ബിയിൽ നിന്നുള്ളതാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ. ദി സോഷ്യൽ സയൻറ്റിസ്റ്റ് അറിയാലോ, സാമൂഹ്യ ശാസ്ത്രജ്ഞനായ താഴെ പറയുന്നതിൽ ആരാണ്? അതായത് ഹൂ ഹാഡ് ഡൺ ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദം, സർക്കാരിനെ സേവിക്കാനുള്ള ഉദ്യോഗസ്ഥർ. അപ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി, ബ്യൂറോക്രസിയെക്കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഫസ്റ്റ് ടൈം ആദ്യമായി നടത്തിയത് താഴെ പറയുന്നതിൽ ഏത് സോഷ്യൽ സയൻറ്റിസ്റ്റ് ആണ്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്. കാൾ മാക്സ്, മാക്സ് വെബർ, ഡർക്കി, ചാണക്യ. അതിലെ ആൻസർ എന്ന് പറയുന്നത് മാക്സ് വെബർ, ഓപ്ഷൻ എ ആണ്. അതിലൊരു മൾട്ടിപ്പിൾ ചോയ്സ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്?
താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാന ഫങ്ഷൻ ജോലി ഉത്തരവാദിത്തം ആരുടെയാണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ പ്രധാന ഉത്തരവാദിത്തം. എ ലോ മേക്കിംഗ്, ബി ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കൽ, ആദ്യത്തേത് ഏതായിരുന്നു? നിയമനിർമ്മാണം, സി ബഡ്ജറ്റ് മേക്കിംഗ്, ഡി ബിൽ മേക്കിംഗ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോ മേക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഈസ് എ ലോ മേക്കിംഗ്, നിയമനിർമ്മാണം. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, ബ്യൂറോക്രസി ഈസ് സംടൈംസ് കൺസിഡേർഡ് ബൈ സ്കോളേഴ്സ് ആസ്. ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തെ പലപ്പോഴും പണ്ഡിതന്മാർ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ അതെന്താണെന്നുള്ളതാണ്. ദി ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ സ്തംഭം, സ്തൂപം, തൂണെന്നൊക്കെ നമുക്ക് പറയാം. ദി ഫോർത്ത് ഓർഗാൻ ഓഫ് ലെജിസ്ലേറ്റീവിൻ്റെ ഫോർത്ത് 4ാം അവയവം അല്ലെ, 4ാം ഓർഗൻ എന്നാണ്. ദി ഫോർത്ത് ഓർഗാൻ ഓഫ് ദി ഗവൺമെൻറ്. ഡി ഓപ്ഷൻ എന്താണ്? ദി ഫോർത്ത് ഓർഗാൻ ഓഫ് പഞ്ചായത്ത് സിസ്റ്റം. അപ്പോൾ ബ്യൂറോക്രസി ഈസ് സംടൈംസ് കൺസിഡേർഡ് ബൈ സ്കോളേഴ്സ് ആസ് എന്താണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ? ദി ഫോർത്ത് ഓർഗാൻ ഓഫ് ദി ഗവൺമെൻറ്. ഓപ്ഷൻ സി ആണ് ഫോർത്ത് ഓർഗാൻ ഓഫ് ദി ഗവൺമെൻറ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ, ദി തീം ഓഫ് ഇന്ത്യൻ മോഡൽ ഓഫ് ബ്യൂറോക്രസി ഈസ് ബേസ്ഡ് ഓൺ. നമ്മുടെ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ തീം മോഡൽ ഓഫ് ബ്യൂറോക്രസി ഈസ് ബേസ്ഡ് ഓൺ ഏതിനെ അടിസ്ഥാനമാക്കിയതാണ്? നെഹ്റുവിയൻ മോഡൽ, വെബേറിയൻ മോഡൽ, മാർക്സിസ്റ്റ് മോഡൽ, ചാണക്യ മോഡൽ. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഈസ് ബി വെബേറിയൻ മോഡൽ എന്നുള്ളതാണ്. അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, MCQ ആണ്. ദി അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഓഫ് ദി ഗവൺമെൻറ് ഈസ് റൺ ബൈ. അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്, റൺ ചെയ്യുന്നത് എ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, ബി മിനിസ്റ്റേഴ്സ്, സി സിവിൽ സർവൻസ്, ഡി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനം റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? സിവിൽ സർവൻസ്. അതാണ് കറക്റ്റ് ആൻസർ. സി സിവിൽ സർവൻസ് ആണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ദി കൺവെൻഷണൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കൺവെൻഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്നുള്ളതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തെക്കുറിച്ച്. ഈസ് മോഡൽഡ് ഓൺ ദി ഫാക്ട് ദാറ്റ്. അത് മോഡൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് എ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് സെപ്പറേറ്റ്. ഭരണവും രാഷ്ട്രീയവും എന്ത് ചെയ്യാൻ പാടില്ല? സെപ്പറേറ്റ് ആവാൻ പാടില്ല. രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്. അഡ്മിനിസ്ട്രേഷനും അതായത് ഭരണവും പൊളിറ്റിക്സും രണ്ടാവണം. അതുപോലെ പൊളിറ്റിക്സ് ഷുഡ് ഓൾവേസ് ലീഡ് ദി അഡ്മിനിസ്ട്രേഷൻ. രാഷ്ട്രീയം എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും ഭരണത്തെ ലീഡ് ചെയ്യുന്നതായിരിക്കണം. നാലാമത്തേത് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ഓൾവേസ് ലീഡ് ദി പൊളിറ്റിക്സ്. ഭരണം ഏതിനെ ലീഡ് ചെയ്യുന്നതാവണം? പൊളിറ്റിക്സിനെ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്നാണ് കറക്റ്റ് ആൻസർ ഈസ് ബി ആണ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്. എപ്പോഴും ഭരണവും രാഷ്ട്രീയവും അല്ലേ എങ്ങനെ ആയിരിക്കണം? സെപ്പറേറ്റ് ആയിരിക്കണം. ഒരിക്കലും ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ഭരണം ഒരിക്കലും എന്ത് ചെയ്യില്ല? നേരെ മുന്നോട്ട് പോകില്ല. ഇത് രണ്ട് സെപ്പറേറ്റ് ആയി തന്നെ നിലനിൽക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് ദി ഗവൺമെൻറ് എംപ്ലോയീസ്. അക്കോർഡിംഗ് ടു സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ്, സിവിൽ സർവീസിൻ്റെ കണ്ടക്ട് റൂൾസ് നിയമപ്രകാരം ഗവൺമെൻറ് എംപ്ലോയീസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അതിൽ ഓപ്ഷൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ പൊളിറ്റിക്സ്. അവർ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കണം? പങ്കാളികളായിരിക്കണം. ബി കാനോട്ട് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ പൊളിറ്റിക്സ്. അവർ രാഷ്ട്രീയത്തിൽ പങ്കാളികളാവാൻ പാടില്ല. ഇറ്റ്സ് അപ് ടു ദി ഗവൺമെൻറ് എംപ്ലോയീസ്. അത് ഗവൺമെൻറ് എംപ്ലോയീസ്, ഇറ്റ്സ് അപ് ടു ദി ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഡി ക്യാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിൽ ആക്റ്റീവായിരിക്കണം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ബി ആണ്. എന്താണ്? ക്യാനോട്ട് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ പൊളിറ്റിക്സ്. ഗവൺമെൻറ് എംപ്ലോയീസ് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ആക്റ്റീവ് ആവാൻ പാടില്ല. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടു പ്ലേസ് ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് UPSC ബിഫോർ. അതായത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്താണ്? ടു പ്ലേസ് ദി ആനുവൽ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം, സമർപ്പിക്കണം. ഓഫ് UPSCയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം. ബിഫോർ ആരുടെ മുൻപിൽ? അല്ലെങ്കിൽ
അതിന് മുൻപ് ഏതാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, പാർലമെൻറ്റ്, ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ബി, ദി പാർലമെൻറ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടു പ്ലേസ് ആൻ ആനുവൽ റിപ്പോർട്ട് ഓഫ് UPSC ബിഫോർ ദി പാർലമെൻറ്റ്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ബ്യൂറോക്രസി ഡസ്, ഉദ്യോഗസ്ഥവൃന്ദം ചെയ്യുന്നത് എൻഹാൻസ് ദ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാളിറ്റി ഇൻ ദി സൊസൈറ്റി. എന്തിനാണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? ജനാധിപത്യ തത്വങ്ങളെ സമത്വത്തിൻ്റെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിനെ എൻഹാൻസ് ചെയ്യുന്നു. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രോം ആർബിട്രറി റൂൾസ് ഓഫ് ദി സൊസൈറ്റി. സി എന്ന് പറയുന്നത് പ്രൊവൈഡ് ദ നെസസറി അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്ജക്റ്റീവ്ലി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞത് എല്ലാം ഓൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ പറഞ്ഞതെല്ലാം തന്നെ ബ്യൂറോക്രസി ചെയ്യുന്നുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഡിക്ലൈൻ ഓഫ് ന്യൂട്രാലിറ്റി ഇൻ ബ്യൂറോക്രസി ഈസ് ഓൾസോ റിലേറ്റഡ്. ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിഷ്പക്ഷത എന്ന് പറയും. ഡിക്ലൈൻ ഓഫ് ന്യൂട്രാലിറ്റി, നിഷ്പക്ഷത ഇല്ലാതാവുക, ബ്യൂറോക്രസിയിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരിക. ഈസ് ഓൾസോ റിലേറ്റഡ് ടു, ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദി ഡിമാൻഡ്സ് ആൻഡ് പ്രഷേഴ്സ് ഓഫ് കോലീഷൻ പൊളിറ്റിക്സ്. കോലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകീകരണം അല്ലെങ്കിൽ കൂട്ടുമന്ത്രിസഭ എന്നൊക്കെ പറയൂലേ, അത്. ബി, ദി പ്രോസസ് ഓഫ് പോളിസി മേക്കിംഗ് വിച്ച് ആർ നോ ലോങ്ങർ കൺഫൈൻഡ് ഇൻ ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. സി, ബോത്ത് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ രണ്ടും. ഡി, ദെയർ പേഴ്സണൽ നീഡ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ബോത്ത്, എയും ബിയും കറക്റ്റാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ഒന്നാമത്തേത്. ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, അതായത് ARC കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1966 വാസ് റിലേറ്റഡ്. 1966 നിലവിൽ വന്ന ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തേത് ഡിറ്ററിയറേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ബി, ബ്യൂറോക്രസി പൊളിറ്റിക്സ് റിലേഷൻഷിപ്പ്. സി, സാലറി ഓഫ് ബ്യൂറോക്രാറ്റ്സ്. ഡി, നൺ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഈസ് എ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്ററിയേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ന്യൂട്രൽ വാല്യൂ ഫ്രീ ബ്യൂറോക്രസി ഈസ് പോസിബിൾ ഒൺലി ഇൻ സൊസൈറ്റി വെയർ. അതായത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ളത്. വാല്യൂ ഫ്രീ ബ്യൂറോക്രസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മൂല്യരഹിതമായിട്ടുള്ള ഉദ്യോഗസ്ഥവൃന്ദം ഈസ് പോസിബിൾ ഒൺലി ഇൻ സൊസൈറ്റി. സാധ്യമാകുന്ന സമൂഹത്തിൽ എവിടെയാണ്? അതായത് കോൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ വാല്യൂസ്, അതുപോലെ കൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ പോളിസീസ്, കൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ ലാസ്, കൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ കസ്റ്റംസ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്? കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം എന്നാണ്. അതായത് കൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ വാല്യൂസ് അതിൻ്റെ ഭൂരിപക്ഷമാണോ, അതുപോലെ പോളിസീസ് ആണോ, എക്സിസ്റ്റ്സ് ഓൺ ലോസ് ആണോ, കസ്റ്റംസ് ആണോ എന്നുള്ളതാണ്. അത് കറക്റ്റ് ആൻസർ എ ആണ്. കൺസെൻസസ് എക്സിസ്റ്റ്സ് ഓൺ വാല്യൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ. അതായത് നമ്മുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് എന്നാണ്? 1950 ആണ്. മനസ്സിലായല്ലോ? 1950 ഫസ്റ്റ് ഡാഷിൽ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൽ കൂടെ ചേർന്ന് വരുന്നുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ. മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിൻറ്റഡ് ഫോർ എ ടേം ഓഫ്, ഏത് കാലാവധിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എലക്റ്റ് ചെയ്യുന്നതാണ്. ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഫോർ എ ടേം ഓഫ് 6 എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ. ഒന്നുകൂടി പറയാം. ദി ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ 1950. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഫോർ ദ ടേം ഓഫ് 6. 22ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാനാണ്? അറ്റൻഡ് ചെയ്യാനാണ്.
when the Lok Sabha or State Assembly is dissolved before completion of 5 years dash election is notified. അവിടുത്തെ ആൻസർ അതായത് മിഡ് ടേം എന്നുള്ളതാണ്. മിഡ് ടേം ഇലക്ഷൻ ഈസ് നോട്ടിഫൈഡ് എന്നുള്ളതാണ് അവിടെ ആൻസർ എഴുതാനുള്ളത്. രണ്ടാമത്തേത് ഡാഷ് ഈസ് റീജിയണൽ പാർട്ടി. ഒരു റീജിയണൽ പാർട്ടി ഏതാണ്? BJP ആണോ? റീജിയണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രാദേശിക പാർട്ടി. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ? DMK ആണോ? അവിടുത്തെ കറക്റ്റ് ആൻസർ DMK ആണ് ഒരു റീജിയണൽ പാർട്ടി എന്ന് പറയുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്യാനായിട്ടാണ്. ഒന്നാമത്തേത് ഡിമാൻഡിങ് ഓഫ് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജസ് ഈസ് റിലേറ്റഡ് ടു. അതായത് ഡിമാൻഡിങ് ഓഫ് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ്, നമ്മൾ ഒരു സ്ഥലത്തെ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്, ജനങ്ങളെ ഏകീകരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? റീജിയണലിസം അല്ലേ, പ്രാദേശികത്വം എന്ന് പറയും. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് which have contributed to the growth of regional parties are cultural and geographical, social and dash. Factors എന്ന് പറയുമ്പോൾ ഘടകങ്ങൾ. which have contributed to the growth of regional parties, പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയിൽ അല്ലേ, വളർച്ചയ്ക്ക് സംഭാവനയായിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വരാൻ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്ന റീജിയണൽ പാർട്ടീസ് ആർ കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ സോഷ്യൽ ആൻഡ് ഡാഷ്, സാമൂഹികപരവും. പിന്നെ എന്താണ് ആ ഡാഷിൽ എഴുതേണ്ടത്? എത്നിക്, ETHNIC. എത്നിക് മീൻസ് നമ്മൾ വംശീയപരമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ പാരമ്പര്യമായിട്ടുള്ള വംശീയപരമായിട്ടുള്ളവ എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ The desire of dash to capture power has also led to the rise of regionalism. അതായത് ദി ഡിസയർ ഓഫ് ടു ക്യാപ്ചർ പവർ ഹാസ് എന്ത് പിടിച്ചെടുക്കുന്നതിനാണ്? ഓൾസോ ലെഡ് ടു ദി റൈസ് ഓഫ് റീജിയണലിസം. ഏതിലേക്ക് നയിക്കുന്നത്? റീജിയണലിസത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഡിസയർ ഓഫ് ഡാഷ് അതിൽ ഏതാണ്? 23ാമത്തേത് റീജിയണൽ എലൈറ്റ്സ് എന്നുള്ളതാണ്. റീജിയണൽ എലൈറ്റ്സ് മീൻസ് പ്രാദേശികമായിട്ടുള്ള യോഗ്യത, അതാണ് അവിടുത്തെ ആൻസർ. ദ ഡിസയർ ഓഫ് റീജിയണൽ എലൈറ്റ്സ് ടു ക്യാപ്ചർ, പ്രാദേശികമായിട്ടുള്ള യോഗ്യതയാണ്. ടു ക്യാപ്ചർ പവർ ഹാസ് ഓൾസോ ലെഡ് ടു ദി റൈസ് ഓഫ് റീജിയണലിസം. ഏതിൻ്റെ ഉയർച്ചയിലേക്ക്? റീജിയണലിസം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമാകുന്നത്. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ 24 ഗുഡ് ഗവേണൻസ് പറഞ്ഞാൽ സദ്ഭരണം, നല്ല ഭരണം. ഈസ് എ കീ ടു, അതൊരു എന്താണ്? കീ ആണ്. ഏതിലേക്കുള്ള കീ ആണ് നല്ല ഭരണം എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റിലേക്കുള്ള, വികസനത്തിലേക്കുള്ള ഗുഡ് ഗവേണൻസ് ഈസ് എ കീ ടു ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തേത് അതിൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻകൾട്ടേഴ്സ് പ്യൂപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡാഷ്. ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ റെസ്പോൺസീവ്, ഉത്തരവാദിത്വപരവും അതുപോലെ നല്ല രീതിയിലുള്ള ഭരണം അല്ലേ, അത് ജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലേ, അവരുടെ ഇടപെടലായിക്കോട്ടെ. അത് എന്താണ് അവിടെ കറക്റ്റ് ആൻസർ? ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നാൽ? തീരുമാനമെടുക്കൽ. ഈ പ്യൂപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇൻസ്ട്രുമെൻറ്റ് ഫോർ റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻകൾട്ടേഴ്സ് പ്യൂപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ഗുഡ് ഗവർണൻസ്. നല്ല ഭരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ജസ്റ്റിസ് മീൻസ് നീതി. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ആക്ട്സ് ഇൻ ദി ഇയർ. ഇന്ത്യൻ പാർലമെൻറ്റ് 73, 74 ഭേദഗതി അല്ലേ പാസ്സാക്കിയത് ഏത് വർഷത്തിലാണെന്നാണ്? 1992, 1992 എന്നുള്ളതാണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഈസ് മെൻഷൻഡ് ഇൻ ദി ഡാഷ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 40, 40ാം ആർട്ടിക്കിളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലീഗൽ യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻസ്. അതായത് നമ്മുടെ ഭരണവർഗത്തിൻ്റെ
ഭരണവർഗം പേഴ്സണൽ ഗെയിൻസിന് വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ എന്ത് ചെയ്യുന്ന വിൽ കം അണ്ടർ ദി ആംബിറ്റ് ഓഫ് ഡാഷ്, അതായത് ഈ ഭരണത്തിലിരിക്കുന്നവരും അതോറിറ്റിയുടെ കീഴിലുള്ളവരും ഒക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിയമപരമല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? കറപ്ഷൻ, അഴിമതി എന്ന് പറയാം. അവിടെ എന്താണ് ആൻസർ? കറപ്ഷൻ. രണ്ടാമത്തേത് ദി ബെനിഫിറ്റ് ഓഫ് എംബഡിങ് കമ്പ്യൂട്ടർ ആൻഡ് IT ഇൻ ദ ഗവർണൻസ് ഈസ് ഡെലിവറി ഓഫ് സർവീസ് ടു ദി ഡാഷ് അറ്റ് ലോ കോസ്റ്റ്. ആ ഡാഷിൽ എന്താണ് എഴുതാനുള്ള? പ്യൂപ്പിൾ അറ്റ് ലോ കോസ്റ്റ് എന്നുള്ളതാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഹിൻഡ്രൻസ് മീൻസ് തടസ്സം. ഡാഷ് ഈസ് ഹിൻഡ്രൻസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഗുഡ് ഗവർണൻസ്. നല്ല ഭരണം നടപ്പിലാക്കുന്നതിനുള്ള ഹിൻഡ്രൻസ്, തടസ്സമായി മാറുന്നത് എപ്പോഴും ഏതാണ്? അവിടെ ആദ്യം എന്താണ് എഴുതാത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം. ഇനി എ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ് ഇൻ കേരള നെയിംഡ്, നമ്മുടെ കേരളത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ്, അതിൻ്റെ പേരാണ് ഫ്രണ്ട്സ് എന്നാണ് രണ്ടാമത്തെ ഡാഷ്. ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രൊവൈഡ് ദ സർവീസസ് ടു ദി കോമൺ പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകുന്ന കമ്പ്യൂട്ടർ പ്രോജക്റ്റിന് പറയുന്ന പേരാണ് ഫ്രണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇനി 2 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. വിച്ച് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് മേക്സ് ലോസ്, നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെൻറ്റ്. അവിടുത്തെ ആൻസർ പാർലമെൻറ്റ്. രണ്ടാമത്തേത് ത്രൂ വിച്ച് ഓർഗൻ ദ സ്റ്റേറ്റ് എക്സ്പ്രസ് ഇറ്റ്സ് വിൽ, അതായത് എന്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ത്രൂ വിച്ച് ഓർഗൻ ദ സ്റ്റേറ്റ് എക്സ്പ്രസ്, രാഷ്ട്രം അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും എന്തിലൂടെയാണ്? ഗവൺമെൻറ്റിലൂടെ. മൂന്നാമത്തേത് വാട്ട് വാസ് ദി പോലീസ് ഫോർ ദി ഏൻഷ്യൻ ഗ്രീക്സ്, അതായത് എന്തായിരുന്നു? വാട്ട് വാസ് ദി പോലീസ് ഫോർ, പഴയകാല ഗ്രീക്കിൽ പോലീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? സിറ്റി എന്നായിരുന്നു. സിറ്റി ആൻഡ് സ്റ്റേറ്റ് എന്നായിരുന്നു. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇനി 2 ക്വസ്റ്റ്യൻസ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഏതിൽ ഉൾപ്പെടുത്തിയത്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബൈ ഡാഷ് അമെൻമെൻറ്റ് ആക്ട്സ്, ഏത് അമെൻമെൻറ്റിലാണ്? 86ാമത്തതാണ്, 86th അമെൻമെൻറ്റ് ആക്ട്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് 29ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, സെയിലും പർച്ചേസും ഹ്യൂമൻ ബീയിങ്സിൻ്റെ, മനുഷ്യരുടെ, ആസ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ സെയിലും പർച്ചേസ് ഫോർ ഇമ്മോറൽ പർപ്പസസ് സച്ച് ആസ് സ്ലേവറി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഡാഷ്, എന്തെന്നാണ് പറയുന്നതെന്നാണ്, അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് അതിന് പറയുന്ന പേര്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അടുത്ത് അതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ, റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദി ഡാഷ് ഇൻ എ സെക്യുലർ സ്റ്റേറ്റ്. സെക്യുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മതേതരത്വ രാജ്യത്ത് റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദി ഡാഷ് ഇൻ സെക്യുലർ സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽ, നമ്മൾ വ്യക്തിപരമാണല്ലേ, നമ്മുടെ വ്യക്തിപരമാണ് സെക്യുലർ സ്റ്റേറ്റിൽ മതം എന്ന് പറയുന്നത്. അടുത്ത് 30ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇക്വാളിറ്റി ഈസ് റിലേറ്റഡ് ടു എൻഡിങ് ദി ഡാഷ് ഡിസ്ക്രിമിനേഷൻ വിവേചനം. റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം എന്തവസാനിപ്പിക്കുന്നു? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അവിടെ എന്താണ് എഴുതാനുള്ളത്? സോഷ്യൽ, സാമൂഹിക വിവേചനമാണ് നിർത്തലാക്കുന്നത് അല്ലെ, അവസാനിപ്പിക്കുന്നത്. ഇനി അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ, 30ാമത്തേൽ 2ാമത്തെ ക്വസ്റ്റ്യൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓൾസോ ഇൻക്ലൂഡ്സ്. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത് എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. 2ാമത്തേത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനി 2 ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ റിട്സ് ആർ ഇഷ്യൂഡ് ബൈ, അത് 2 മാർക്കിൻ്റെ 2 എഴുതിയാൽ മതി. ആൻസർ എനി 2. ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ് അവിടുത്തെ ആൻസർ. സുപ്രീം കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു എ ലോവർ കോർട്ട് ഫ്രം എ സുപ്പീരിയർ കോർട്ട് ടു ട്രാൻസ്ഫർ ദി മാറ്റർ ടു ഇറ്റ് ഓർ ടു എനി അതർ കോർട്ട് ഫോർ ഡിവൈഡിങ് ദ മാറ്റർ. അതായത്
നമ്മൾ ലോവർ കോർട്ടിന് സുപ്പീരിയർ കോർട്ട്, ഉയർന്ന കോടതി, മേൽക്കോടതികൾ താഴെ കോടതികൾക്ക് എന്ത് കൊടുക്കുന്നത്, അവരുടെ കീഴിലുള്ള കയ്യിലുള്ള ഏതെങ്കിലും കേസിൻ്റെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, അതിന് പറയുന്ന പേരെന്താണ്? സെർഷ്യോററി എന്നാണ്. എന്തെന്നാണ് പറയുന്നത്? സെർഷ്യോററി. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് ആൻ ഓർഡർ ബൈ ദ കോർട്ട് ടു ദ സ്റ്റേറ്റ് ടു പ്രൊഡ്യൂസ് ദ പേഴ്സൺ ഫിസിക്കലി ബിഫോർ ഇറ്റ് ജസ്റ്റിഫൈ ദ കൺഫൈൻമെൻറ്റ് ഓർ റിലീസ് ഓഫ് ദി പേഴ്സൺ. അതായത് ഒരു വ്യക്തിയെ പിടിച്ചു വയ്ക്കുക, തടങ്കലിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണം അല്ലേ, അത് നമുക്കറിയാം. ശരീരം ഹാജരാക്കുക, ഫിസിക്കലി ബിഫോർ ദി കോർട്ട്, അതിനുള്ള ഉത്തരവ്, അതിന് പറയുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രൊപ്പോസൽ ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ആ ഒരു കൃത്യം, അതിന് ക്യാൻ ബി മൂവ്ഡ് ഇൻ, അത് എവിടെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്? ആർക്കാണ്? എയ്തർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. മനസ്സിലായല്ലോ, പാർലമെൻറ്റിലെ ഹൗസ്. അപ്പോൾ എയ്തർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഹൗസ്. ഇനി രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? എത്രയാണ്? 5 years ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. എന്താണ് നമ്മൾ കറക്റ്റ് ഈ ഇംഗ്ലീഷിൻ്റെ മലയാളം പറഞ്ഞു പോകുമ്പോൾ അതിലൊരുപാട് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യാം. കാരണം നമ്മൾ കറക്റ്റ് മലയാളം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ എത്തുന്നില്ല. അപ്പോൾ വിൽക്കുന്നുണ്ട്, വിഴുങ്ങുന്നുണ്ട്. നിങ്ങളതെല്ലാം എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ കറക്റ്റ് ആ ഇംഗ്ലീഷിൽ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകാൻ പറ്റും, പക്ഷേ അതിൻ്റെ കറക്റ്റ് മലയാളം നമ്മൾ തർജ്ജിമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമുക്ക് കറക്റ്റ് മലയാളം കിട്ടുന്നില്ല. എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക്. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.